ഹായ്, നമുക്കിന്ന് ഈ ഒരു പാറ്റേൺ സോൾവ് ചെയ്താലോ? ഇതിൽ നമ്പേഴ്സ് മാത്രമല്ല സ്റ്റാറും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ പാറ്റേൺ ആണ്. ആദ്യമായിട്ട് നമുക്കിനി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഫസ്റ്റ് കോളത്തിന് മാത്രം സ്റ്റാർ വരുന്നില്ല, ബാക്കി എല്ലാത്തിനും സ്റ്റാർ വരുന്നുണ്ട്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതോടുകൂടി ഫസ്റ്റ്, അതായത് ഇന്നർ ലൂപ്പിലെ ഫസ്റ്റ് കോളത്തിന് നമുക്ക് സ്റ്റാർ വേണ്ട എന്നുള്ള രീതിയിൽ പ്രിന്റ് ചെയ്യാം. ബാക്കി എല്ലാത്തിനും ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർ വരത്തക്ക രീതിയിൽ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫസ്റ്റ് റോ ഒന്ന് നോക്ക്. ഫസ്റ്റ് റോയിൽ ലിമിറ്റ് എത്രയാണോ അത്രയും വാല്യൂസ് ഉണ്ട്. അപ്പോൾ ലിമിറ്റ് 4 ആണെന്നുണ്ടെങ്കിൽ 4 കോളത്തിലും വാല്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത കോളത്തിൽ എത്തുമ്പോൾ 3, അതായത് ലിമിറ്റ് -1, പിന്നെ 2, 1 അങ്ങനെയാണ് പോകുന്നത്. അപ്പം നമ്മൾ കോഡ് ചെയ്യുമ്പോൾ ഇന്നർ ലൂപ്പ് 4ൽ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഓരോ ഘട്ടവും കുറഞ്ഞു കുറഞ്ഞു വരണം. ആദ്യം 4, പിന്നെ 3, 2, 1 അങ്ങനെ. ഇനി നമുക്ക് വാല്യൂസിന്റെ കാര്യം നോക്കാം. 4 റോസ് ഉണ്ട്, 4 കോളംസ് ഉണ്ട്. എന്നാൽ വാല്യൂ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 10ൽ നിന്നാണ്. പിന്നെ അടുത്ത റോയിലോ 6ൽ നിന്ന്, പിന്നെ 3, പിന്നെ 1 അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഈ ലെഫ്റ്റ് മോസ്റ്റിലുള്ള വാല്യൂസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഈ ഒരു പാറ്റേൺ മാത്രം പ്രിന്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യൂ = 10 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിക്രിമെന്റ് ചെയ്ത് വരാം. അതല്ല, നമ്മൾ റോ ഗെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10ൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. 10 വരുന്ന എപ്പോഴാണ്? 4 റോസ് ഉള്ളപ്പോഴാണ്. അല്ലെന്നുണ്ടെങ്കിൽ 10ൽ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ആ 10 എന്നുള്ള വാല്യൂ മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് നോക്കുക, ഇതിൽ 4 റോയും 4 കോളംസും ഉണ്ട്. ഫസ്റ്റ് റോയിൽ 4 ഫില്ലാണ്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള സംഖ്യകളുടെ സം എത്രയാണ്? 1 + 2 + 3 + 4 എത്രയാണ്? 1 + 2 3, 3 + 3 6, 6 + 4 10. ആ 10 അല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്? അതെ. അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ 3 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ 1 + 2 + 3 എത്രയാണ്? 6. അതുപോലെ തന്നെയാണ് ബാക്കി റോസിനും. അതാണ് റിലേഷൻ. ഇനി നമുക്ക് നേരെ പ്രോഗ്രാമിലോട്ട് കടക്കാം. മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ ഇത്രയും വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഐയും ജെയും ഇന്നർ ആൻഡ് ഔട്ടർ ലൂപ്പിന് വേണ്ടിയിട്ടാണ്, അതായത് ഐട്രേഷന് വേണ്ടിയിട്ടാണ്. ആർ നമ്പർ ഓഫ് റോയ്ക്ക് വേണ്ടിയിട്ടും കൗണ്ട് ഓരോ വാല്യൂവിന് വേണ്ടിയിട്ടുമാണ്. ആർ ഞാനിവിടെ 4 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് printf scanf ഫംഗ്ഷൻസിലൂടെ അത് ഗെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി കൗണ്ടിലോട്ട് ഞാൻ ഏത് വാല്യൂ ആണ് ഇനിഷ്യലൈസ് ചെയ്ത് നോക്കൂ. r × r + 1 / 2. ഞാൻ നേരത്തെ എക്സാമ്പിൾ കാണിച്ച പോലെ തന്നെ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് n × n + 1 / 2 ആണ്. അതായത് ഈ ഒരു പാറ്റേണിൽ ലെഫ്റ്റ് മോസ്റ്റിലുള്ള ഈ 10, 6, 3, 1 എന്നീ വാല്യൂ കിട്ടാനായിട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം എന്ന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാം. ഫോർ i = 0, i 0 ആണ്. 0 < 4. 4 എന്ന് പറയുന്നത് R4 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 0 < 4 ആണോ? അതെ. ഇനി നേരെ ഇന്നർ ലൂപ്പിലോട്ട് കടക്കുന്നു. ഇന്നർ ലൂപ്പിൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ആറിലാണ്. ആറിന്റെ വാല്യൂ എത്രയാണ്? ആറിന്റെ വാല്യൂ 4. എന്തുകൊണ്ട് 4ൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും പറയാം, നമ്മുടെ പാറ്റേണിലെ ഫസ്റ്റ് റോയിൽ എത്ര നമ്പർ ഓഫ് റോ ഉണ്ടോ അത്രയും വാല്യൂസും ഫില്ലാണ്. പിന്നെ 3 വാല്യൂസ്, അതായത് 1 കുറഞ്ഞ് പിന്നെ 1 കുറഞ്ഞിട്ടാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അതുകൊണ്ട് ജെ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടോ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കണ്ടീഷൻ കണ്ടോ, ഇഫ് ജെ ≠ r അങ്ങനെയാണെന്നുണ്ടെങ്കിൽ %d ഇപ്പുറത്തൊരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കൗണ്ടിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തതിന്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫസ്റ്റ് കോളത്തിലുള്ള വാല്യൂ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ലെഫ്റ്റ് സൈഡില് സ്റ്റാർ ഉണ്ട്. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടീഷൻ കൊടുത്തത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാ വട്ടവും ഇന്നർ ലൂപ്പിലെ ഫസ്റ്റ് എലമെന്റ്, ഇന്നർ ലൂപ്പ് റൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെന്റ് എപ്പോഴും ആറിനോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എൽസ് കണ്ടീഷനിലെ ആ കൗണ്ട് മാത്രം പ്രിന്റ് ചെയ്യും. അല്ലാത്ത പക്ഷം എല്ലാ വാല്യൂവിനും ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റാർ പ്രിന്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇഫ് എൽസ് കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റിൽ നമ്മൾ ഇന്നർ ലൂപ്പ് കഴിയുന്നതിന് മുന്നേ കൗണ്ടിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യണം. കാരണം നമ്മുടെ പാറ്റേണിൽ 10, 9, 8, 7 അങ്ങനെയാണ് പോകുന്നത്, കുറഞ്ഞു കുറഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ട് കൗണ്ടിന്റെ വാല്യൂ കുറയ്ക്കുക. ഇനി ഓരോ ഇന്നർ ലൂപ്പ് ഐട്രേഷനും കഴിഞ്ഞിട്ട്
പുതിയ വാല്യൂ അടുത്ത ലൈനിൽ വരാൻ വേണ്ടി ഇന്നർ ലൂപ്പ് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷിന് പ്രിന്റ് കൊടുക്കുകയാണ്. കാരണം ഓരോ ലൈൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 10, 9, 8, 7 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 6 നെക്സ്റ്റ് ലൈനിലാണ് വരുന്നത്. അതിനായിട്ട് printf സ്ലാഷ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്